ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പാടുകളല്ലേ പെടുന്നത്. അക്കൂട്ടത്തിൽ നമ്മളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്ര കാശുണ്ടാക്കണമെന്ന് പറഞ്ഞാലും എത്രത്തോളം കാശുണ്ടാക്കുന്നോ അത്രത്തോളം നമുക്ക് കഷ്ടപ്പാടുണ്ട് കേട്ടോ. കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റിസൾട്ട്, നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നോ അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് നമുക്ക് എത്രത്തോളം കാശ് കിട്ടുന്നുള്ളത്. ചില സമയം ഇങ്ങനെ നിന്ന് കിടന്ന് കഷ്ടപ്പെടേണ്ടെന്ന് തോന്നും. പക്ഷേ ചില സമയം തോന്നും കഷ്ടപ്പെട്ടാലേ കാര്യമുള്ളൂ. നമ്മുടെ ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ മരണപ്പണി ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഷൂട്ടിന് പോവുകയാണെങ്കിലും എന്ത് കഷ്ടപ്പാടാണെന്നറിയോ. നിങ്ങൾക്ക് ഫ്രെയിമിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗി. നമ്മൾ രാവിലെ 6 മണിക്ക്, ചിലപ്പോൾ 6:30ക്ക് വണ്ടി വരും. 6 മണിക്ക് ലോങ് ഒക്കെയാണ് ഷൂട്ടെങ്കിൽ 6 മണിക്ക് വണ്ടി വരും. അപ്പോൾ ഒരു 5:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, ഫ്രഷ് ആവണം. അപ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനും നേരത്തെ എണീറ്റ് എക്സസൈസ് എല്ലാം ചെയ്ത് റെഡിയായി 6 മണിക്ക് വണ്ടി വരുമ്പോൾ സെറ്റായി നിൽക്കും. അത് കഴിഞ്ഞ് ചെന്ന പാടെ മേക്കപ്പ് ഇട്ട് ഒരു 7-7:30 മണിയാകുമ്പോൾ ഷൂട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ചില സ്ഥലങ്ങളിൽ 8 മണി. ഒരു സീനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക് പറയും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വീണ്ടും പണി തുടങ്ങും കേട്ടോ. നിങ്ങൾ വിചാരിക്കും പോലെ അത്ര സുഖമൊന്നുമില്ല. ലൈറ്റിൻ്റെ മുന്നേ വന്ന് ഇങ്ങനെ അഭിനയിക്കാനിടയ്ക്ക് 100 ഡ്രസ് ചേഞ്ച് പറയും, ഓർണമെൻറ്റ്സ് ചേഞ്ച്, മേക്കപ്പ്, ചൂട്, ഇതെല്ലാം സഹിച്ച് ഉച്ച വരെ നിന്ന് വീണ്ടും ബ്രേക്ക്, വീണ്ടും വർക്ക് ചെയ്യും. ഒരു ഉച്ചയ്ക്ക് കുറച്ച് സമയം ബ്രേക്ക് റെസ്റ്റ് കിട്ടും. പിന്നെയും രാത്രി 10 മണി വരെ, 9:30 മണി വരെ എന്തായാലും വർക്ക് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് ഡേ എണീറ്റ് പോവുക. എന്ത് ടയേർഡാവുമെന്നറിയോ. ചില സമയങ്ങളിൽ സത്യം വേണ്ടാന്ന് കരുതും. പിന്നെ നമുക്ക് കിട്ടുന്ന ഫെയിം, പേര്, പ്രശസ്തി, പൈസ വേറെ ഒരു ജോലിക്കും കിട്ടത്തില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് കരുതും ഇത് നമ്മൾ നിർത്തി വെച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ നിർത്തി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ആരും അല്ലാതായി പോയൊരു നിമിഷം ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ 10 പേര് വീണ്ടും തിരിച്ചറിയാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു സുഖമൊന്നും വേറെ തന്നെ കേട്ടോ. എവിടെ പോയാലും ശ്രീകുട്ടിയല്ലേ, സീരിയലുള്ളല്ലേ, അതല്ലേ, ഇതല്ലേ, ഇപ്പോഴാണല്ലേ യൂട്യൂബ് ചാനലല്ലേ നമ്മൾ കാണാറുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ. ആ കുറച്ച് വാക്കുകൾ കേൾക്കുമ്പോൾ പ്രത്യേക സന്തോഷം.